അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിലേ ഇന്നൊരു വെറൈറ്റി ക്രാഫ്റ്റ് ഉണ്ടാക്കാം. ഇതാണ് സിമ്പിളായിട്ട് പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി വെക്കുന്നത്. ഇതിന് ഇതേ സീക്വൻസുള്ള പൈപ്പ് ക്ലീനേഴ്സ് തന്നെ വേണമെന്നില്ല, എനിക്ക് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ കുറേ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു കളറിൽ 2-3 എണ്ണം വെച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്. ആകെ ഇതിൽ സിസേഴ്സും വേണ്ട, ആകെ ഒരു ഇച്ചിരി കട്ടിയുള്ള ഒരു മാർക്കറോ പേനയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ 2 ഡിഫറെൻറ്റ് കളേഴ്സിലെ പൈപ്പ് ക്ലീനേഴ്സ് മതി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ 2 പൈപ്പ് ക്ലീനേഴ്സാണ് എടുത്തേക്കുന്നത്. ആദ്യം ഈ ഒരു റെഡ് കളറിലെ സീക്വൻസും രണ്ട് കളറാണ്. അപ്പം ആദ്യം നമുക്കൊരു ഇതുപോലത്തെ ഒരു മാർക്കർ എടുത്തിട്ട് അതിൽ നമുക്ക് ഇതൊന്ന് റാപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇതുപോലേക്ക് വിടണം. എന്നിട്ട് ഇതാണെങ്കിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. 2 or 3 ടൈംസ് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈ പേനയിൽ നിന്ന് എടുക്കാവേ. ഇതാണ് നമ്മൾ എടുത്തു. നമുക്ക് ഇതൊന്ന് വിടർത്താം. ഇനി നമ്മൾ ഇതാണെങ്കിൽ ഇതുപോലത്തെ സർക്കിൾസ് ആക്കി ഒന്ന് വെക്കണം. വേണ്ട, നമ്മൾ സർക്കിൾസ് ആക്കി വെച്ചു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പോയിന്റ് ആക്കി കൊടുത്താൽ മതിയേ. കണ്ടോ, ഒരു ഏകദേശം ഒരു ഫ്ലവർ വരും. അതിൻ്റെ ഇത് അകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. അകത്തോട്ട് വെച്ചേക്കണം ഈ അധികം വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഫ്ലവർ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാം. അപ്പോൾ അതാണ് സ്റ്റെമ്മിനായിട്ട് നമ്മളിവിടെ പിടിച്ചിട്ട് കുറച്ച് ഇതുപോലേക്ക് ഇൻവേർട്ട് സൈഡൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്താൽ മതിയേ. കേട്ടോ, ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്താൽ മതി. ആ ഒരു സ്റ്റോപ്പർ പോലേക്ക് ഇത് ആക്ട് ചെയ്യാണ്. ചെറിയൊരു സർക്കിൾ ഉണ്ടാക്കണം. കാരണം നമ്മൾ ചെറിയൊരു സർക്കിൾ ഉണ്ടാക്കി ഈ പൈപ്പ് ക്ലീനർ നടുക്കോട്ടൊന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ആ ഫ്ലവറിൻ്റെ ഇൻസൈഡ് നമ്മൾ ഉണ്ടാക്കിയ. നമ്മൾ ഇതിൻ്റെ അറ്റം നമ്മൾക്ക് ഈ ഹോളിനകത്തോടൊന്ന് പ്ലേസ് ചെയ്യണം. അതെ, ഞാൻ മറ്റേ കളറൊന്ന് ചേഞ്ച് ചെയ്തു, അത് മാച്ച് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ തന്നെ വീണ്ടും ഇത് പ്ലേസ് ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്കലത്തെ ഒരു ഷെയ്ഡ് ഇട്ട് വന്നത്. ഈ അധികം വന്നേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇതാണ് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത് എവിടെ വെച്ചാൽ നിങ്ങൾക്ക് ലീഫ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗ്യം നമ്മൾക്ക് തിരിച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എത്ര ലോങ്ങാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലോങ് ചെയ്യുക. എന്നിട്ട് ഈ ലീഫ് ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഒട്ടിക്കാം. ഞാൻ പക്ഷേ ഇവിടെ ഗ്ലൂ ഒട്ടിക്കുന്നില്ല. വേണ്ട, ഇതൊന്ന് ജസ്റ്റ് ഈ ലീഫിൻ്റെ അകത്തോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചാൽ കണ്ടോ. എന്നിട്ട് ലീഫ് സ്റ്റെം ഒന്ന് നേരെ ആക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കി. നിങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ സെയിമായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട, ഇതെല്ലാം കൂടെ ഞാൻ വെച്ചു. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് ഇതാണ് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം എൻ്റെ പോട്ടിനകത്താണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിനകത്ത് ഞാൻ വെച്ച് കൊടുത്തു. നമ്മൾ വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ്, വേണ്ട നമ്മുടെ സിമ്പിൾ ഈസി പൈപ്പ് ക്ലീനർ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ക്രാഫ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഇനി ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്തൊരു ക്രാഫ്റ്റ് വീഡിയോ കാണാം. അതുവരത്തേക്ക് ബൈ.